ഒരു സാധാരണക്കാരനായ മനുഷ്യൻ, അദ്ദേഹത്തിന് നിർമ്മാണ മേഖലയെക്കുറിച്ചൊന്നും വലിയ അറിവൊന്നുമില്ല. അദ്ദേഹം ഒരു വീടോ അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങോ നിർമ്മിക്കാൻ പോകുമ്പോൾ ഒരിക്കലും വിട്ടുപോകാൻ പാടില്ലാത്ത നിയമപരമായി കൃത്യമായി ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യങ്ങൾ വളരെ ലളിതമായിട്ടൊന്ന് പറഞ്ഞുതരുമോ? ഓക്കെ, നിയമപരമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. ഒന്നാമത്തെ കാര്യം ബിൽഡിംഗ് പെർമിറ്റ് എടുത്തിരിക്കണം. ഓക്കെ, ബിൽഡിംഗ് പെർമിറ്റ് എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി നമ്മൾ ഒരു എഞ്ചിനീയറെ സമീപിക്കുക, അല്ലെങ്കിൽ ആർക്കിടെക്ചറെ സമീപിക്കുക, അപ്രൂവ്ഡ് ലൈസൻസ്ഡ് ആൾക്കാർ, അപ്രൂവ്ഡ് ലൈസൻസ്ഡ് ആയിട്ടുള്ള ആളുകളെ മാത്രമേ സമീപിക്കാവുള്ളൂ. ഒരിക്കലും ഒരു മേശിരിയോ ലോക്കൽ കോൺട്രാക്ടറെയോ സമീപിക്കാൻ പാടില്ല. ഈ അപ്രൂവ്ഡ് ലൈസൻസ് ഹോൾഡർ ആണെന്ന് എങ്ങനെയാണ് മനസ്സിലാവുക? അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റുമല്ലോ. ഓക്കെ, കാരണം ലിസ്റ്റുണ്ട്, ലിസ്റ്റ് നമുക്ക് അവൈലബിൾ ആണ്. അല്ലാതെ ഡിസ്പ്ലേ ചെയ്തിരിക്കണമെന്ന് നിർബന്ധമുണ്ടോ? തീർച്ചയായും അവരുടെ സീലുണ്ടാവുമല്ലോ. ഓക്കെ, സീല് മസ്റ്റാണ്. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മൾ അവരുമായിട്ടായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റുമായിട്ടായിക്കോട്ടെ ലീഗലി വാലിഡ് കോൺട്രാക്റ്റ് ഉണ്ടാക്കിയിരിക്കണം. നേരത്തെ പറഞ്ഞ പോലെ അഗ്രിമെൻ്റ് അല്ല, എഗ്രിമെൻ്റ് അതിന് വാലിഡിറ്റി ഇല്ല, കോൺട്രാക്റ്റ് തന്നെ ഉണ്ടാക്കണം. ഓക്കെ, അത് കോൺട്രാക്റ്റ് ഉണ്ടാക്കാൻ അറിയുന്ന ആൾക്കാരെ കൊണ്ട് തന്നെ ചെയ്യിക്കണം. എന്ന് പറഞ്ഞാൽ ആരാണത്? ഇപ്പം വക്കീലന്മാർക്ക് അതിൻ്റെ നിയമപരമായ സൈഡ് അറിയാം. ഓക്കെ, എൻജിനീയേഴ്സിന് അതിൻ്റെ ഇതറിയാം. പിന്നെ എത്ര എൻജിനീയേഴ്സിന് കേരളത്തിൽ അറിയാമെന്നുള്ള എനിക്കറിയില്ല, കുറച്ച് പേർക്കൊക്കെ അറിയാം. ഈ കോൺട്രാക്റ്റിൽ ഉൾപ്പെടുത്തേണ്ട കാര്യം ഞാൻ ഇതിന് മുമ്പ് പറഞ്ഞിരുന്നു. ജനറൽ കണ്ടീഷൻസ് ഓഫ് കോൺട്രാക്റ്റ്, സ്പെഷ്യൽ കണ്ടീഷൻസ് ഓഫ് കോൺട്രാക്റ്റ്, ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ ആർക്കിടെക്ചർ ഡ്രോയിങ്, സ്ട്രക്ചറൽ ഡ്രോയിങ്, MEP ഡ്രോയിങ് ഓക്കെ മസ്റ്റാണ്. ബിൽഡിങ്ങിൻ്റെ കാര്യമാണ്. ഓക്കെ, അതേപോലെ തന്നെ എസ്റ്റിമേറ്റ്. ഓക്കെ, അതായത് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ്, വെറും എസ്റ്റിമേറ്റ് അല്ല. ഇപ്പം തറ കെട്ടുന്നതിന് ഇത്ര രൂപ സ്ക്വയർ ഫീറ്റ്, അങ്ങനല്ല. ആ ബിൽഡിങ്ങിൻ്റെ അളവ് വെച്ചിട്ടുള്ള എസ്റ്റിമേറ്റ്, ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ്. ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു പേയ്മെൻറ്റ് ഷെഡ്യൂള്. ആ പേയ്മെൻറ്റ് ഷെഡ്യൂള് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിനെ കണക്ട് ചെയ്യുന്ന ഒരു ടൈം ഷെഡ്യൂള്. അതായത് ജൂൺ മാസത്തിൽ ഇത്ര വർക്ക് തീരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത്ര രൂപയുടെ വർക്ക് ജൂൺ മാസത്തിൽ ബില്ലാവും. ഓക്കെ, അപ്പം രണ്ട് കണ്ടീഷനായി. വർക്ക് തീർക്കണം എന്നുള്ളത് കോൺട്രാക്ടർ സൈഡിലും, അവർക്ക് പൈസ കൊടുക്കണം എന്നുള്ളത്. ഈ കോൺട്രാക്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വിൻ ടു വിൻ പോളിസിയാണ്. ഇറ്റ് ഈസ് നോട്ട് കോൺട്രാക്ടർ സൈഡ് ഓർ ക്ലയൻറ്റ് സൈഡ്, രണ്ടുപേരുടെ സൈഡിലല്ല. എഗ്രിമെൻ്റ് എപ്പോഴും അങ്ങനെയാണ്. പക്ഷേ കോൺട്രാക്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ക്ലയൻറ്റ് എന്ത് ചെയ്യണമെന്നുള്ളതും കോൺട്രാക്ടർ എന്ത് ചെയ്യണമെന്നുള്ളതും കൃത്യമായി പറയണം. ടൈമും വേണം. ഇതല്ലാതെ വേറെന്താ വേണ്ടേ? അത് ലീഗലി രജിസ്റ്റേർഡ് ചെയ്യണം. കോൺട്രാക്ട് രജിസ്റ്റർ ചെയ്യണം. വാല്യൂ വെച്ചിട്ട് സ്റ്റാമ്പ് ഫീ അടച്ച് തന്നെ രജിസ്റ്റർ ചെയ്യണം. ഇതെവിടെയാണ് രജിസ്റ്റർ ചെയ്യുന്നത്? രജിസ്റ്റർ ഓഫീസിൽ. നമ്മുടെ ആധാരം രജിസ്റ്റർ ചെയ്യുന്ന പോലെ തന്നെ ഇത് രജിസ്റ്റർ ചെയ്യണം. എങ്കിൽ മാത്രമേ ഇത് എന്താവുന്നുള്ളൂ, ലീഗൽ ഡോക്യുമെൻ്റ് ആവുന്നുള്ളൂ. ഇത് സാധാരണ ചെയ്യുന്നത് നമ്മൾ തീരുമാനിക്കുന്ന സിവിൽ എഞ്ചിനീയർ ആയിരിക്കും ഇത് ചെയ്യുന്നത്, ഈ വർക്കുകളൊക്കെ? അഗ്രിമെൻ്റ് ഇവിടെ രജിസ്റ്റർ ഓഫീസിൽ കൊണ്ട് രജിസ്റ്റർ ചെയ്യുന്ന കാര്യമാണ് ചെയ്യുന്നത്. കേരളത്തിൽ നടക്കുന്ന സംഭവം പറഞ്ഞുതരാം. ചിലയിടത്ത് എഗ്രിമെൻ്റേ ഉണ്ടാവാറില്ല, അല്ല പേപ്പറിൽ എഴുതി കൊടുക്കും. നേരമണ്ണം പോവുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നേരമണ്ണം പോവുകയാണെങ്കിൽ ഇതേപോലെ തന്നെ എഞ്ചിനീയറിനെ കൊണ്ട് എഗ്രിമെൻ്റ്, അവരാണ് അത് ചെയ്യേണ്ടത്. ഓക്കെ, വേറെന്ത് ഡോക്യുമെൻ്റാണ് നമുക്ക് വേണ്ടത്? ഈ ഡോക്യുമെൻ്റ് ഇതിപ്പോൾ ഒരു ഡോക്യുമെൻ്റ് അല്ല ഇത്. ഈ കോൺട്രാക്ട് ഈസ് എ കളക്ഷൻ ഓഫ് ഡോക്യുമെൻ്റ്, അല്ലാതെ ഒരു സിംഗിൾ എഗ്രിമെൻ്റ് അല്ല. അത് അതിൻ്റെ ഒരു പ്രിഫേസ് മാത്രമാവുന്നുള്ളൂ. ഏറ്റവും ലാസ്റ്റ് കാണുന്നത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടുള്ള ഡോക്യുമെൻറ്റ്സ് ആണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇപ്പോൾ കേരളത്തിൽ കാണുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല. ഇപ്പോൾ കോടതിയിൽ എത്തിക്കഴിയുമ്പോഴാണ് നമ്മൾ നോക്കുമ്പോൾ ഇയാൾ വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ ഔട്ട്സൈഡ് അയാളുടെ വക്കീൽ പറയുന്നു, ഇയാൾ പറഞ്ഞ ഇങ്ങനെയല്ല, ഇവരിങ്ങനെ ചെയ്യുവാണെങ്കിൽ എങ്ങനെ ചെയ്യാമെന്നാണ് പറഞ്ഞത്. അതൊക്കെ വെർബലായിരുന്നു. അപ്പം തിരിച്ചും മറിച്ച് ഈ പറയുന്ന ക്ലയൻറ്റ് കോടതി കയറി ഇറങ്ങി നടക്കേണ്ടി വരും. അപ്പം സ്വാഭാവികമായും ഇവർ ഇതെങ്ങനെങ്കിലും ഇനി വേറൊരു കോൺട്രാക്ടറെ വെക്കണമെങ്കിലും ഭയങ്കര പ്രശ്നമാണ്. ഇയാൾ സ്റ്റേ എടുക്കാൻ ഇയാൾക്ക് ഓപ്ഷനുണ്ട്. എൻ്റെ കോൺട്രാക്ട് കണ്ടീഷൻ ലംഘിച്ചു എന്നും പറഞ്ഞിട്ട് അതിനും തീരുമാനമാണെങ്കിൽ അറിയാമല്ലോ, കോടതിയുടെ ടൈമിംഗ് അനുസരിച്ചിട്ട് ചിലപ്പോൾ 1 മാസം 2 മാസം 3 മാസം ഒക്കെ ആവും.